കേരളത്തിലെ BJP-യുടെ ചരിത്രത്തിൽ തന്നെ അവർക്ക് ആദ്യമായി ഒരു MP ഉണ്ടാവുന്നത് 2024 തൃശൂരിൽ നിന്ന് സുരേഷ് ഗോപി വിജയിക്കുന്നതിലൂടെയാണ്. 2024 തൃശൂരിൽ നിന്ന് സുരേഷ് ഗോപി ആദ്യമായിട്ടല്ല ജനവിധി തേടിയത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം 2019 പാർലമെന്റ് ഇലക്ഷനിൽ തൃശൂരിൽ നിന്ന് ജനവിധി തേടിയിരുന്നു. അന്ന് അദ്ദേഹം 3-ാം സ്ഥാനത്തായിരുന്നു. 1-ാം സ്ഥാനത്തുണ്ടായിരുന്ന കോൺഗ്രസിലെ TN പ്രതാപനേക്കാൾ 1.5 ലക്ഷത്തോളം വോട്ടിന് പുറകിലായിരുന്നു 2019 സുരേഷ് ഗോപി. എന്നിട്ടും അദ്ദേഹം 5 വർഷം കൊണ്ട് 2024 ആയപ്പോഴേക്ക് എങ്ങനെയാണ് കോൺഗ്രസിനെയും LDF-നെയും ഒക്കെ പിന്തള്ളിക്കൊണ്ട് 1-ാം സ്ഥാനത്തെത്തിയത്? അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആവശ്യമുള്ളവർക്ക് വേണ്ടി ഞാൻ സ്ക്രീനിൽ ആ വീഡിയോയുടെ ലിങ്ക് നൽകുന്നതാണ്. പ്രധാനമായും തൃശൂരിൽ സുരേഷ് ഗോപി വിജയിക്കാനുണ്ടായ കാരണങ്ങളിലൊന്ന് ഒരു സിനിമാ നടൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ സ്റ്റാർ വാല്യൂ കൊണ്ടാണ്. അതിനപ്പുറം തൃശൂരിനൊരു കേന്ദ്രമന്ത്രി, മോദിയുടെ ഗ്യാരണ്ടി എന്ന വാഗ്ദാനം തൃശൂരുകാർക്ക് നൽകിയായിരുന്നു സുരേഷ് ഗോപിയും BJP-യും തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയിരുന്നത്. തൃശൂരിൽ നിന്ന് സുരേഷ് ഗോപി വിജയിച്ചു എന്ന് ഉറപ്പായപ്പോൾ സുരേഷ് ഗോപി അടക്കമുള്ള പല മലയാളികളും വിചാരിച്ചിരുന്നത് സുരേഷ് ഗോപി ഒരു ക്യാബിനറ്റ് പദവിയുള്ള കേന്ദ്രമന്ത്രിയാവുമെന്നായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ഒരു ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിയാവാനുള്ള ഒരു തരത്തിലുള്ള യോഗ്യതയുമില്ല. അദ്ദേഹത്തിന് കുറെ ഡയലോഗ് അടിക്കാനുള്ള കഴിവ് മാത്രമാണുള്ളത്. അദ്ദേഹത്തിന് നന്നായി അഭിനയിക്കാനും അറിയാം. അതിനപ്പുറം അദ്ദേഹത്തിന് എന്തെങ്കിലും ചുമതലകൾ വഹിക്കുവാനോ അല്ലെങ്കിൽ എന്തിനെങ്കിലും നേതൃത്വം നൽകുവാനോ ഉള്ള ശേഷിയില്ല. ആ കാര്യം ഏറ്റവും കൂടുതൽ തിരിച്ചറിഞ്ഞിരുന്നത് BJP-യുടെ കേന്ദ്ര നേതൃത്വമായിരുന്നു. പക്ഷേ തൃശൂരുകാർക്ക് മോദി നൽകിയ ഒരു ഗ്യാരണ്ടി ഉണ്ട്. ആ ഗ്യാരണ്ടി പൂർത്തീകരിക്കണമെങ്കിൽ സുരേഷ് ഗോപിയെ കേന്ദ്ര മന്ത്രിസഭയിൽ എടുക്കണം. അങ്ങനെയാണ് അദ്ദേഹത്തെ കേന്ദ്ര സഹമന്ത്രിയാക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു സഹമന്ത്രിക്ക് കാര്യമായ ഉത്തരവാദിത്തങ്ങളോ ചുമതലകളോ ഇല്ല. ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രി പോയിട്ട് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി പോലും ആക്കാതിരുന്നത് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ അപമാനിക്കുന്നതിന് തുല്യമായിരുന്നു. അദ്ദേഹത്തിന് ചുമതലകളൊന്നുമില്ലാത്ത സഹമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുവാൻ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. BJP കേന്ദ്ര നേതൃത്വത്തിന്റെ ശക്തമായ നിർബന്ധത്തിന് വഴങ്ങിയാണ് സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് തന്നെ. സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വ്യക്തിപരമായി ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പാഷനായ അഭിനയം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. സിനിമയിൽ അഭിനയിക്കാനുള്ള അനുമതിക്ക് വേണ്ടി അദ്ദേഹം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായെ കണ്ടു. അമിത്ഷായെ കണ്ടപ്പോൾ അമിത്ഷാ ചോദിച്ചത്, എത്ര സിനിമകളിലാണ് താങ്കൾക്ക് ഇനി അഭിനയിക്കാനുള്ളത് എന്നായിരുന്നു. അപ്പോൾ 22ഓളം സിനിമകളിൽ എനിക്ക് അഭിനയിക്കാനുണ്ട് എന്ന് സുരേഷ് ഗോപി മറുപടി നൽകിയപ്പോൾ അമിത്ഷാ സുരേഷ് ഗോപി നൽകിയ പേപ്പറുകൾ മാറ്റിവെച്ചു എന്ന് സുരേഷ് ഗോപി തന്നെ പറഞ്ഞതാണ്. അതിനുശേഷം സുരേഷ് ഗോപി പുറത്തു വന്നുകൊണ്ട് പറഞ്ഞത്, എന്തായാലും എൻ്റെ അടുത്ത സിനിമയുടെ ഷൂട്ട് സെപ്റ്റംബർ 6-ന് ആരംഭിക്കും. എന്തായാലും ആ ഷൂട്ട് ആരംഭിക്കുന്ന ദിവസം ഞാൻ അവിടെ ഉണ്ടാകുമെന്നാണ്. ഒരു തരത്തിൽ BJP-യുടെ കേന്ദ്ര നേതൃത്വത്തെ വെല്ലുവിളിക്കുകയാണ് സുരേഷ് ഗോപിയുടെ ഈ ഒരു പ്രഖ്യാപനത്തിലൂടെ അദ്ദേഹം നടത്തിയത്. സുരേഷ് ഗോപി പാർട്ടി നേതൃത്വവുമായി ആലോചിക്കാതെ പല പ്രസ്താവനകൾ നടത്തുന്നതിലും പല തീരുമാനങ്ങൾ എടുക്കുന്നതിലും കേരളത്തിലെ BJP ഘടകം മുമ്പേ അസ്വസ്ഥരാണ്. സെപ്റ്റംബർ 6-ന് തനിക്ക് അനുമതി ലഭിച്ചാലും ഇല്ലെങ്കിലും താൻ സിനിമയിൽ അഭിനയിക്കുമെന്ന സുരേഷ് ഗോപിയുടെ വെല്ലുവിളി ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തിനും തലവേദനയായിരിക്കുകയാണ്. ഭരണഘടനാ വിദഗ്ധരായ ആളുകളുടെ അഭിപ്രായ പ്രകാരം BJP കേന്ദ്ര നേതൃത്വം സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രിയായിക്കൊണ്ട് സിനിമയിൽ അഭിനയിക്കാൻ അനുവദിക്കുകയില്ല എന്നാണ്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, കേന്ദ്രമന്ത്രി എന്ന നിലക്കുള്ള സുരേഷ് ഗോപിയുടെ എന്തെങ്കിലും ചെറിയ ഉത്തരവാദിത്തങ്ങൾ ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചാൽ പോലും കേന്ദ്രമന്ത്രി എന്ന നിലക്ക് അദ്ദേഹത്തിന് ലഭിക്കുന്ന ശമ്പളവും സിനിമാഭിനയത്തിലൂടെ അദ്ദേഹത്തിന് വരുന്ന വരുമാനവും, ഇങ്ങനെ 2 തരത്തിലുള്ള വരുമാനം അദ്ദേഹത്തിന് ലഭിക്കുന്നത്
BJPക്കകത്ത് തന്നെ വലിയ തരത്തിലുള്ള വിമർശനം വരാൻ സാധ്യതയുണ്ട് എന്ന് BJP കേന്ദ്ര നേതൃത്വം മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല UPA-യുടെ മാതൃക അതല്ല. കോൺഗ്രസ് മന്ത്രിമാരായിരുന്ന കപിൽ സിബലും P ചിദംബരവും പ്രസിദ്ധരായ അഡ്വക്കറ്റുമാരാണ്. അവർ കേന്ദ്രമന്ത്രിമാരായപ്പോൾ അവരുടെ അഭിഭാഷക വൃത്തി നിർത്തിക്കൊണ്ടാണ് അവരുടെ കേന്ദ്രമന്ത്രി എന്ന ഉത്തരവാദിത്തം അവർ നിർവഹിച്ചു പോന്നത്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ സമ്മർദ്ദങ്ങൾക്ക് BJPയുടെ കേന്ദ്ര നേതൃത്വം വഴങ്ങുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കിക്കാണേണ്ടത് തന്നെയാണ്.